പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികളെ ഞാൻ ഇടവും വലവും കിടത്തും. വിശക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാന്ന് പറയും. ഒരു നേരമൊക്കെ ഭക്ഷണം കഴിച്ച കാലം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പകല് ഞങ്ങൾ വെള്ളം കുടിക്കും, രാത്രി ഭക്ഷണം കഴിക്കും. മക്കളോട് പറ, ആരോടും പറയണ്ടെന്ന് പറയും. എൻ്റെ 4 മക്കളും അതാരെയും അറിയിച്ചിട്ടില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോഴാണ് എൻ്റെ മൂത്ത മോൻ ശരിക്കും അറിയാം. ഇതൊക്കെ ചെയ്തിട്ടും ഇതല്ലേ ഒരു പെണ്ണിനെ പറയണമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ ശരി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക. അങ്ങനെ റെയിൽവേ ട്രാക്കിൽ ഞാൻ നടക്കുക, ഇവിടെ അവസാനിപ്പിക്കുക. എറണാകുളം 33 വർഷം മുന്നേ 200 പവൻ തന്ന് കെട്ടിച്ച എന്നെ എൻ്റെ മോളുടെ കല്യാണത്തിന് ഞാൻ കൊടുക്കണത് 25 പവനാണ്. ഇത് പലരും സഹായിച്ചിട്ട് ഓരോ ഇതിൽ ഞാൻ ചെന്ന് നിൽക്കുക. എൻ്റെ മോളുടെ കല്യാണമാണെന്നുണ്ട്. അപ്പോൾ ആരാണ് നിൽക്കണത് എന്നുള്ളത് ചിന്തിക്കണം. ആ സമയത്തൊക്കെ എൻ്റെ നെഞ്ച് പൊട്ട്. ആ സമയത്ത് പോലും ഹസ്ബൻഡിൻ്റെ ഒരു ഹെൽപ്പ് എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ മോളെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിറങ്ങണ സമയത്ത്. ജീവിതത്തിൽ തിരിച്ചടികളും അപമാനങ്ങളും നേരിടാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? പലപ്പോഴും ഈ തിരിച്ചടികളും പരാജയങ്ങളും അപമാനങ്ങളും ഉണ്ടാവുമ്പോൾ ചിലരൊക്കെ പതറിപ്പോവും. നമ്മൾ സമൂഹത്തിൽ പലരെയും കണ്ടിട്ടുണ്ട്, സ്വന്തം ജീവൻ തന്നെ ത്യജിച്ചു കളയുന്നവർ. അത്തരക്കാർ നമ്മുടെ സമൂഹത്തിന് മാതൃകയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ ഞാൻ പറയും. പ്രതിസന്ധികൾ ഫേസ് ചെയ്യാത്ത ആരുമില്ല. പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യങ്ങളിലൂടെ വന്നവരിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സ്പാർക്കാണ്, ഒരു ഫയറാണ്. അവർ പിന്നീട് ഒരു സ്പാർക്ക് കിട്ടിയാൽ ഉയരങ്ങളിലേക്ക് പറക്കുകയും ചെയ്യും. അവർ വിജയിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ വിജയിച്ച് കണ്ട പലരുടെയും പിന്നിൽ ഇത്തരം സ്പാർക്കുള്ള ഒരു കഥയുണ്ടാവും. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീ അനുഭവിക്കാവുന്ന വേദനകൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ഒരു 30 മിനിറ്റ് കൊണ്ട് സ്പാർക്കിൻ്റെ നല്ല പ്രേക്ഷകർക്ക് മനസ്സിലാവും. കാരണം അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കാത്ത വേദനകളില്ല. എന്നാൽ ഒരു വെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് ഒരാളുടെ രൂപത്തിൽ പെട്ടെന്നാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് അതൊരു സംരംഭമാവുന്നു. ആ സംരംഭം പലർക്കും കൈത്താങ്ങാവുന്നു. അതിൽ കസ്റ്റമേഴ്സിന് മാത്രമല്ല, അതിൻ്റെ ഭാഗമാവുന്നവർ പോലും അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നു. ഇത്തരം സ്പാർക്കുള്ളൊരു കഥയുമായാണ് ഈ എപ്പിസോഡിരിക്കുന്നത്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 സുഹൃത്തുക്കളാണ്, മുന്താസും അൻഫാസും. 2 പേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഈഗിളിലേക്ക് നിങ്ങൾ 2 പേരും എൻ്റെ കോച്ചിങ് പ്രോഗ്രാം വന്നിരിക്കുമ്പോൾ ഇത്രയധികം വേദനയും ഇത്രയധികം ഉള്ളിൽ പലതൊക്കെ ഒതുക്കിയിരിക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് മുന്താസിൻ്റെ കാര്യത്തിൽ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുക മുന്താസുമായിട്ട് കൂടുതൽ. അൻഫാസ് യാത്രകളിലായിരുന്നു. പലപ്പോഴും എന്നോട് ചെറുതായി ഇങ്ങനെ പറഞ്ഞപ്പോഴൊന്നും ഇത്രയധികം വേദനകൾ ഉള്ളിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ആ കഥ ഇപ്പം നമ്മൾ ദുബായിൽ നമ്മളെല്ലാം ട്രാവൽ ചെയ്തിട്ട് വന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെന്ന്. അത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചേ പറ്റുള്ളൂ. മുന്താസിൻ്റെ നാട് എവിടെയാണ്? എൻ്റെ പാവറട്ടി, വെൺമേനാട്. തൃശ്ശൂർ പാവറട്ടി. അവിടെ വെൺമേനാട് എന്ന് പറയുന്ന. താങ്കൾ പഠിച്ചതൊക്കെ? ഞാൻ പഠിച്ചതും വളർന്നതെല്ലാം ദുബായിലാണ്. അതെ, എൻ്റെ പാപ്പാക്ക് ബിസിനസ്സായിരുന്നു. ഞാൻ അൻഫാസിലേക്ക് പെട്ടെന്ന് വരാം. അൻഫാസിന്റെ നാട് എവിടെയാണ്? ഞാൻ തൃശ്ശൂർ ചാലക്കുടിയിലാണ്. കലാഭവൻ മണിയുടെ പഠിച്ചത് അവിടെ തന്നെയാണ്, ചാലക്കുടി മാള ആ ഒരു സ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈയിലായിരുന്നു എൻ്റെ നോട്ടിക്കൽ സയൻസ് ചെയ്തത്. അത് കഴിഞ്ഞ് ജോലിയായിരുന്നു? ഞാൻ ജോലിയാണ്. ഞാൻ മർച്ചന്റ് നേവിയിൽ ഇപ്പോൾ ഫസ്റ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. ശരി. അപ്പോൾ കുറേ രാജ്യങ്ങൾ ഇങ്ങനെ കറങ്ങിയെടുക്കുന്ന ആളാണ്. അതെ, ഒരു 50ലധികം രാജ്യങ്ങൾ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. ശരി, ഞാൻ താങ്കളും മുന്താസുമായിട്ടുള്ള കണക്ഷനിലേക്ക് തിരിച്ചു വരാം. മുന്താസ് വളരെ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞ ആളാണ്. അതെ. എത്ര വയസ്സിലാണ്? 14 വയസ്സ്. കൊച്ചുകുട്ടിയായിരുന്നു, 9ാം ക്ലാസ്. അതെ, അതായത് 8th ആനുവൽ എക്സാം കഴിഞ്ഞിട്ട് വെക്കേഷൻ നാട്ടിൽ പോയതാ. ആ സമയത്ത് എൻ്റെ വാപ്പാടെ ഉമ്മാക്ക് സുഖമില്ലാതായി. അപ്പോൾ ആൾക്ക് കല്യാണം, ഉപ്പയാണ് നല്ലൊരു ഇതില് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാള്. പിന്നെ ഞാൻ ബിസിനസ്സായിരുന്നു. ബിസിനസ്സായിരുന്നു. ദുബായിലാണ്.
ദുബായിൽ ഡിഫൻസിലേക്ക്, അതായത് ഹോൾ ദുബായ് എക്സ്ക്ലൂഡ് ചെയ്ത് ബാക്കി എല്ലാ ഡിഫൻസിലേക്കും ഫുഡ് ആൻഡ് ഫിഷ് സപ്ലൈ ആയിരുന്നു. അതായിരുന്നു. അപ്പോൾ ഞങ്ങളെ ചെറുപ്പത്തിലേ അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ അവിടെ ആയിരുന്നു എൻ്റെ പഠിത്തവും ഇതെല്ലാം. അപ്പം 8th വെക്കേഷൻ കഴിഞ്ഞതുപോലെ നാട്ടിൽ പോയതാണ്. അപ്പം ഗ്രാൻഡ് മദർ ഇങ്ങനെ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഉപ്പാക്ക് വല്യമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരിതാണ്. അങ്ങനെ എന്നെ ചെറുപ്പത്തിലേ കല്യാണം കഴിപ്പിച്ചു. 10th ആയപ്പം എൻ്റെ 15 വയസ്സിൽ ഞാൻ മകനെ പ്രസവിച്ചു. അതോടുകൂടെ പഠിത്തം നിന്നു, എല്ലാം നിന്നു. പിന്നീട് അപ്പോൾ ഹസ്ബൻഡും ബിസിനസ് ആയിരുന്നു? ഹസ്ബൻഡ് അന്ന് ജോലിയായിരുന്നു, ഒരു കമ്പനിയിൽ സെയിൽസ്മാനായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. എൻ്റെ ഉമ്മയുടെ റിലേഷൻ തന്നെ, കസിനാണ്. അതിൽ തന്നെ എന്നെ കല്യാണം കഴിപ്പിച്ചത്. അതായത് ഉപ്പ എടുത്തൊരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ കൺവെട്ടത്ത് എപ്പോഴും ഉണ്ടാവുമല്ലോ, ചെറുപ്പത്തിൽ കെട്ടിച്ചെങ്കിലും കൂടെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ കൺമുന്നിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ എന്നുള്ളതിൽ ഫാമിലിയിൽ തന്നെ എന്നെ കല്യാണം കഴിപ്പിച്ചത്. പിന്നെ 27 വർഷം ഒരു വീട്ടമ്മ, അതിൽ 5 മക്കള്. 5 മക്കളുണ്ട്? അതെ, 3 ആണും 2 പെൺകുട്ടികളും. ദുബായിലായിരുന്നു? എല്ലാം ദുബായിലായിരുന്നു. 2013 വരെ ഞാൻ ദുബായിലായിരുന്നു. അതെ, 1984 പോയി 2013 തിരിച്ചു വന്നു. അപ്പോൾ ആ തിരിച്ചു വരാനുണ്ടായ സാഹചര്യം എന്താണ്? പിന്നീട് ഹസ്ബൻഡ് ജോലി മതിയാക്കി 4 കുട്ടികളൊക്കെ ആയതിനു ശേഷം ആൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി, ബ്രാൻഡഡ് പെർഫ്യൂംസ്. അപ്പോൾ അതിൽ ആൾക്ക് ആ ഒരു വേൾഡ് ക്രൈസിസ് വന്നപ്പോൾ അതിൽ ബിസിനസ് നഷ്ടം വന്നു. അതിലൊരുപാട് ബാധ്യതകൾ വന്നു, കോടികളുടെ ബാധ്യതകളാണ് വന്നത്. അപ്പോൾ നമ്മളെ വിശ്വസിച്ച ഒരാളൊരു ഫണ്ട് നമുക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെ വന്നാലും അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മാന്യത. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞ പാർട്ട്ണറുടെ വൈഫും ഞാനും ഭയങ്കര ഫ്രണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയും, എന്ത് വന്നാലും ആര് തന്നില്ലെങ്കിലും അത് ഞാൻ തരും എന്നൊരു വാക്ക് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ അവരും പ്രതീക്ഷിച്ചില്ല. അവരും ആകെ ഇതായി, ഒരാളുടെ സമ്പാദ്യമാണല്ലോ പോകുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ വീടും എൻ്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളും എല്ലാം ഞാൻ അവർക്ക് എഴുതി കൊടുത്തു. പിന്നെ ഹസ്ബൻഡ് ആ ഒരു ടെൻഷനിൽ വരുമ്പോൾ ഏത് ഭാര്യമാരും ചെയ്യുന്നൊരു കാര്യം തന്നെ ഞാനും ചെയ്തുള്ളൂ. അത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മളെ ചേർത്ത് നിർത്തും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്തത്. പക്ഷെ പിന്നെ അവിടെ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ലല്ലോ, 27 കൊല്ലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, മക്കളൊക്കെ വലുതായി, നമുക്കവിടെ വേറെ വിശ്വാസം പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എഴുതി കൊടുത്തു. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് എൻ്റെ കൈ വിട്ടെല്ലാം പോയി, ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത് എനിക്ക് ആ സമയത്ത് അത് മനസ്സിലായി. ഒരു ദിവസം രാത്രി ഞാനും എൻ്റെ മക്കളും നടു റോട്ടിൽ, വീടും എല്ലാം പോയി. ഞാൻ എഴുതി കൊടുത്തുല്ലോ, അപ്പോൾ അവരൊരു ടൈം പീരീഡ് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പാവം അവരൊരിക്കലും ഇറങ്ങി പോകാനൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനത് കൊടുക്കുമ്പോഴും അദ്ദേഹം എന്നോട് ചോദിച്ചത്, നീ കുട്ടികളായിട്ട് എവിടേക്ക് പോകുന്ന അദ്ദേഹം ചോദിച്ചു. അത്രയും ഇവിടെ ഉള്ള ആരും എന്നോട് ചോദിച്ചില്ല. അത് നമുക്കൊരു ഇതുണ്ടല്ലോ, വാക്കല്ല എപ്പോഴും വലുത്. ഞാൻ പിന്നെ സാറില്ല, ഇറങ്ങി. അപ്പം 4 മക്കൾ. അപ്പം 5 മക്കളിലെ മൂത്ത ആളെ ഞാൻ വരുമ്പോൾ തന്നെ അവനക്ക് 18 വയസ്സായിരുന്നു. അപ്പോൾ അവനെയും കൂടെ നാട്ടിൽ കൊണ്ടുവന്ന് ഇതാക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അവൻ അവിടെ നിർത്തി. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് പതുക്കെ അവൻ അവിടെ ഒരു ജോലിക്ക് കയറ്റി. എന്നിട്ടാണ് നാട്ടിൽ ചെറുപ്രായത്തിലൊരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ആ ഒരു ഇതിലേക്ക് എൻ്റെ മോനെ ആയിട്ടില്ല. എന്നാൽ അവൻ അവിടെ സേഫായിട്ട് നിൽക്കട്ടെ എന്നുള്ളതിൽ നമ്മൾ അവനവിടെ നിർത്തിയിട്ട് പോകുന്നു. ബാക്കിയുള്ള കുട്ടികളൊക്കെ CBSEയിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ കുടുംബം മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ വീട് പോയപ്പം ഞങ്ങൾക്ക് വേറെയും 2-3 വീട് എൻ്റെ ഉപ്പാക്ക് ഉണ്ട്, വാടകയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അതിലൊരു വീട്ടിൽ അവിടെ തൊട്ടടുത്ത് തന്നെ എന്നെ കയറ്റി താമസിപ്പിച്ചു. കുട്ടികളുടെ ഇതൊക്കെ ആയോടുകൂടെ ലൈഫ് കുറച്ച് സ്ട്രഗ്ലിങ് സ്റ്റേജിലേക്ക് ആയപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് മക്കളെ നോക്കണ്ടേ. അപ്പം ഞാൻ മുന്നിൽ കണ്ടത് ചുരിദാർ മെറ്റീരിയൽ, മാക്സിയൊക്കെ വിറ്റ് അങ്ങനെ. എനിക്കൊന്നും അറിയില്ല. നമ്മൾ ഈ 10-27 വർഷം ഒരു റൂമിൻ്റെ ഉള്ളിൽ ഈ മക്കള്, ആ ഒരു ലൈഫ്, 5 മക്കളുമായിട്ട് പുറം ലോകം എനിക്ക് അറിയില്ല, എന്താന്ന് പോലും എനിക്ക് അറിയില്ല. നമ്മൾ വിദ്യാഭ്യാസം പഠിച്ചിട്ടില്ല, ഇല്ല. ആകെയുള്ളൊരു പ്ലസ് പോയിന്റ് പറയണ ദുബായിൽ പഠിച്ച കാരണം ഇംഗ്ലീഷ്, ഹിന്ദി നന്നായിട്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എനിക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു. അത് മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരിത്. അപ്പോൾ ഈ ഡ്രസ്സ് ഇങ്ങനെ മാക്സി, ചുരിദാറൊക്കെ വീടാന്തരം ഞാൻ
നടന്ന് വിൽക്കാൻ തുടങ്ങി നാട്ടില്. അതും പോകുന്നതൊക്കെ എൻ്റെ ഉമ്മയുടെ ഫാമിലി വീടുകളിൽ അമ്മാവന്മാര് അമ്മായികള് അവരെ മക്കളൊക്കെ വീട്ടിൽ അതൊക്കെ വലിയ ഇതില്. അപ്പം അവരെന്നെ ചെറുപ്പം മുതൽ അവർ വളർത്തിയ കുട്ടിയാണ് ഞാൻ. അവരുടെ ഇടയിലേക്കാണ് ഞാനിതായിട്ട് ചെല്ലണത്. അപ്പം അവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു, നീ ഇങ്ങനെ ഇതായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് പറ്റുന്നില്ല. പക്ഷെ അവരൊക്കെ എന്നെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തു, ഇങ്ങനെയെങ്കിലും ഇവള് ജീവിക്കുക. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന കാശ് ഞാൻ ഹസ്ബൻഡിന് മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുക്കും, പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കും. അപ്പോഴും എൻ്റെ മനസ്സിൽ ആൾക്കില്ല, വേറൊന്നും ചെയ്യുന്നില്ല, ഒരു പുതിയ വഴി കണ്ടില്ല. പിന്നെ അപ്പോൾ ഞാൻ നാട്ടിൽ എൻ്റെ എല്ലാ ഗോൾഡും കാര്യങ്ങളും എല്ലാം പോയപ്പോൾ എൻ്റെ ഉപ്പ വീണ്ടും എന്നെ കൊണ്ടുപോയിട്ട് എനിക്കും എൻ്റെ മക്കൾക്കും സ്വർണം വീണ്ടും കൊടുത്തു തന്നു. ഉപ്പാക്ക് ഭയങ്കര വിഷമമാണ് ഒന്നും ഇല്ലാണ്ട് നടക്കുമ്പോൾ. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്ത്, ഇത് വിറ്റിട്ട് വീണ്ടും ഞാൻ ആൾക്ക് ഒരു 5 ലക്ഷം രൂപ ആ സമയത്ത് വീണ്ടും കൊടുത്തു, ബിസിനസ് തുടങ്ങിക്കോന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആളെന്നെ ദുബായിലേക്ക് പറഞ്ഞയച്ചു, എന്നെ എല്ലാ മാർക്കറ്റിലും പോയിട്ട് കോസ്മെറ്റിക്സ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ദുബായ് എന്ന് പറയണത് എൻ്റെ ശ്വാസമാണെന്നാണ് ഞാൻ പറയുക. എന്ന് വെച്ചാൽ എൻ്റെ എല്ലാം എനിക്ക് നാടിനെക്കാട്ടിയും എനിക്ക് അവിടെ ഭയങ്കര പരിചയം. ഞാൻ ദുബായ് മാർക്കറ്റിൽ ഞാൻ ഒറ്റക്ക് പോയി എല്ലാ കോസ്മെറ്റിക്സും എടുത്ത്, അന്ന് എൻ്റെ ഹസ്ബൻഡ് ടുലിപ്പ് അതുപോലെ ഒരുപാട് പാലേഴ്സ് സിൽക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ ദുബായ് എന്നാണ് ഇറക്കിയിട്ട് കൊടുത്തിരുന്നത്, അത് ഞാൻ കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്തിട്ടും ലാസ്റ്റ് ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയെന്ന് പറഞ്ഞു. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ദുബായിൽ ഒരാഴ്ചയൊക്കെ പോയിട്ട് ഒരു മാർക്കറ്റിൽ ഒരു പെണ്ണ് ഇറങ്ങി നടക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. പക്ഷെ അപ്പോഴും കുട്ടികളെ നോക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. അത് ഈ പറഞ്ഞ പോലെ തന്നെ ദുബായിലുള്ളപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എല്ലാ ഫുഡും ഞാൻ ഉണ്ടാക്കും. അതൊക്കെ എൻ്റെ മക്കൾക്കും ഭർത്താവിനും വെച്ച് അതാണ് ഞാൻ, വേറെ ഒരു ലോകം എനിക്കില്ല. അതെനിക്കൊരു ഉപകാരമായി മാറി. പിന്നെ എന്താ പറയുക, ഞാനിപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ എന്താ പറയുക, എനിക്ക് ക്രോക്കറീസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നതെന്ന് വെച്ചാൽ എൻ്റെ വലിയൊരു ഇതായിരുന്നു വീട്, എൻ്റെ ക്രോക്കറീസൊക്കെ എല്ലാം പോയി. അപ്പോൾ എൻ്റെ എല്ലാം ഞാൻ അതോടുകൂടെ ഒരു ട്രോമായി മാറി. പിന്നെ അതിലേക്കൊക്കെ ഞാൻ ശ്രദ്ധിക്കാതായി. അങ്ങനെ ഈ ഫുഡ് എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഞാൻ കാറ്ററിങ് തുടങ്ങി. ഒരു 500 പേർക്കുള്ള ഫുഡ് ഞാനൊരു 4 വർഷത്തോളം കുഴപ്പമില്ലാതെ നല്ലൊരു രീതിയിൽ പോയി. ആ സമയത്ത് തന്നെ എൻ്റെ മോളെ ഞാൻ കല്യാണം കഴിപ്പിച്ചു വിട്ടു സ്വന്തം തന്നെ. അതിൽ എന്താ പറയുക, ഒരുപാട് പേര് തന്ന് സഹായിച്ചു. അതായത് 33 വർഷം മുന്നേ 200 പവൻ തന്ന് കെട്ടിച്ച എന്നെ എൻ്റെ മോളുടെ കല്യാണത്തിന് ഞാൻ കൊടുക്കണത് 25 പവനാണ്. അത് പലരും സഹായിച്ചിട്ട് ഓരോ ഇതിൽ ഞാൻ ചെന്ന് നിൽക്കുക, എൻ്റെ മോളുടെ കല്യാണമാണെന്നുണ്ട്. അപ്പോൾ ആരാണ് നിൽക്കണത് എന്നുള്ളത് ചിന്തിക്കണം. ആ സമയത്തൊക്കെ എൻ്റെ നെഞ്ച് ആ സമയത്ത് പോലും ഹസ്ബൻഡിൻ്റെ ഒരു ഹെൽപ്പ് എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ മോളെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിറങ്ങണ സമയത്ത്. പക്ഷെ ആ സമയത്തും ഞാൻ കിച്ചണിൽ അതെ കോഴിയട ഉണ്ടാക്കുക. ഇത് വിറ്റാ എനിക്ക് കിട്ടിയ ഒരു 100 രൂപ കിട്ടിയ എൻ്റെ മോൾക്ക് അതായില്ലേ എന്നുള്ളതിൽ. എന്നിട്ട് എൻ്റെ ഉമ്മ ഒക്കെ വന്ന് പറയാം, അവിടെ പെൺകുട്ടി ഇറങ്ങാനായി, നീ വായോ വായോ എന്നിട്ട്. പിന്നെ പ്രളയം വന്നോടുകൂടെ എനിക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു. ആ ബിസിനസ് നിന്ന് പോയി. അപ്പൊ പിന്നെ ഞാൻ അടുത്തതാണ് ചിന്തിക്കണത്, ഇനി എൻ്റെ മക്കളെ നോക്കാൻ അടുത്തത് എന്തെന്നാണ് ഞാൻ ചിന്തിക്കണത്. അപ്പം ഞാൻ എന്താ പറയുക, കേരള ഗവൺമെൻറ്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പുതിയൊരു ഇത് കൊണ്ടുവന്നു, ജിറിയാട്രിക് കെയർ ഗിവർ കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഒത്തിരി കോഴ്സസ്, സ്കിൽ കോഴ്സസ് അവർ കൊണ്ടുവന്നു, ബ്യൂട്ടീഷ്യന്, പിന്നെ ഈ പിക്കിൾ മേക്കിങ് ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ ഞാൻ ഇത് സെലക്ട് ചെയ്തു. ആ സമയത്ത് മെഡിക്കൽ ഫീൽഡായിരുന്നു അപ്പോഴും ഒരിതുണ്ടായിരുന്നത്. അപ്പം ഞാനിത് നോക്കിയിട്ട് എൻ്റെ പേര് കൊടുത്തപ്പം എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കോള് വന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്ന ആളുടെ മോളാണ് ഞാനെന്നുള്ളത് അറിയാം. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് നിനക്ക് വേണോ, നീ ഇങ്ങനെ ഒരു ഇതിലേക്ക് ജോലിക്ക് പോയാൽ അത് നാണക്കേടല്ലേ, അത് വേണ്ട, നീ വേറെ ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, ഞാൻ പറഞ്ഞ രാത്രി 11 മണി ഞാൻ കട്ടുമ്മൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇതെനിക്ക് പടച്ചോൻ തുറന്നു തരുന്നൊരു വഴിയായിരിക്കും. അപ്പം ഞാൻ മറ്റുള്ളതൊന്നും ഞാൻ നോക്കുന്നില്ല, എനിക്ക് എൻ്റെ മക്കളെ നോക്കണം, എനിക്ക് മാസം ശമ്പളം കിട്ടണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ നോക്കണില്ല. എൻ്റെ ഫ്രണ്ടായിരുന്നു മുംതാസ് എന്നവളെ പേര്. അന്ന് അവളായിരുന്നു കുടുംബശ്രീയിലെ പ്രസിഡൻറ്റ്, ചെയർപേഴ്സൺ. അപ്പോൾ
അവൾ എന്നോട് പറഞ്ഞു നീ ഒന്നുകൂടെ ആലോചിക്കാൻ പറഞ്ഞു. ഒന്നും ആലോചിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ സൈൻ ചെയ്ത് പിറ്റേന്ന് ഞാൻ പഞ്ചായത്തിൽ കൊണ്ടുകൊടുത്തു. അവിടുന്ന് ഒരാഴ്ചയുടെ ഉള്ളിൽ നമുക്ക് ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അന്നത്തെ ഇതിൽ ഞങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ് എല്ലാം ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് അന്ന് പഠിപ്പിച്ചൊരു നിഷ ടീച്ചറുണ്ട്. ടീച്ചർ എൻ്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു നീ രക്ഷപ്പെടും, നീ നന്നാവും, ഈ 35 സ്റ്റുഡൻസിൽ വ്യത്യാസം നിനക്കാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മളവിടെയും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് എവിടെ ആയാലും. അന്ന് എന്നിട്ട് സുഖിനോ എന്ന് പറയുന്ന കമ്പനിയിൽ ആസ്റ്റർ മെഡിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഹോം കെയർ ജോബ് ഞാൻ എടുത്തു. 15,000 രൂപ സാലറിയിൽ ഒരു ഹോം നേഴ്സായിട്ട്. ഹോം നേഴ്സായിട്ട് അതെ, രോഗികളെ വീട്ടിൽ പോയിട്ട് ശുശ്രൂഷിക്കുന്ന ജോലി. 5 മക്കളുടെ അമ്മയാണ്. ദുബായിൽ ഇതുപോലെ വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. വായല് സ്വർണ്ണക്കാരൻ്റെ ആയിട്ട് ജനിക്കുക എന്ന് പറയുന്ന അതേ ഒരു ഹോം നേഴ്സ് 15,000 രൂപ സാലറി. പിന്നീട് എന്ത് സംഭവിച്ചു? അത് വന്നപ്പോൾ എല്ലാവരും എതിർത്തു പോകണ്ട. അപ്പം ഞാൻ ഫാമിലിയിൽ പറഞ്ഞില്ല, ഇത് വീടുകളിലാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞില്ല. ആകെ ഒരു പ്രാർത്ഥന ഉണ്ടായുള്ളൂ, എൻ്റെ ഉപ്പാടെ ഫ്രണ്ട്സിൻ്റെ ഒന്നും വീടുകളിൽ ഞാൻ എത്തിപ്പെടല്ലേ എന്നുള്ളത്. വെച്ചാൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ മകൾ എൻ്റെ വാപ്പാടെ പേര് അവിടെ, ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഫാമിലി എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കൊരാളുടെ മുന്നിലും കൈനീട്ടണ്ട. പിന്നെ ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത്, നമ്മൊരു 10 രൂപയ്ക്ക് ഒരാളുടെ മുന്നിൽ കൈനീട്ടുമ്പോൾ എല്ലാവരും നോക്കുക നമ്മുടെ ആരോഗ്യമാണ്. ആരായാലും പറയും പണിയെടുത്ത് ജീവിച്ചുകൂടെ ഇല്ലേ. അപ്പം ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിച്ച് ജീവിക്കുക, ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കുക. പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികളെ ഞാൻ ഇടവും വലവും കിടത്തും. വിശക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാമെന്ന് പറയും. ഒരു നേരമൊക്കെ ഭക്ഷണം കഴിച്ച കാലം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പകല് ഞങ്ങൾ വെള്ളം കുടിക്കും, രാത്രി ഭക്ഷണം കഴിക്കും. മക്കളോട് വേറെ ആരോടും പറയണ്ടെന്ന് പറയും. എൻ്റെ 4 മക്കളും അതാരെയും അറിയിച്ചിട്ടില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോഴും എൻ്റെ മൂത്ത മോൻ ശരിക്കും അറിയാം ഇങ്ങനൊക്കെ ഞങ്ങൾ അവനെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങൾ അവനെ അറിയിക്കില്ല. എന്താണെന്ന് വെച്ചാൽ അവനക്ക് എന്തെങ്കിലും ഒരു ഭയങ്കര ടെൻഷനാണ്. ചെറുതായിട്ട് വന്നാലും അവനക്ക് അപ്പം അവൻ ഡൗൺ ആവും. നമ്മളെ കൺവെട്ടത്തല്ലല്ലോ നമ്മളെ മക്കൾ. അപ്പം അവനവിടെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ആരുമില്ലല്ലോ. എൻ്റെ മോനും അവിടെ ആ ഒരു സ്ട്രഗ്ലിങ് സ്റ്റേജിൽ തന്നെ ആയിരുന്നു, ചെറിയൊരു ജോലിയിൽ നിന്നിട്ടുള്ള. അപ്പോഴും ഈ ജോലിക്ക് പോകുമ്പോഴും ഞാൻ ഈ ശമ്പളം വീട്ടിലേക്ക് അയക്കുമ്പോഴും ഹസ്ബൻഡ് അവിടെ ചുറ്റിനും പറയണത് ഞാൻ മോശപ്പെട്ട ജോലിക്ക് പോവുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ കുട്ടികൾക്കറിയാം ഞാൻ എന്താ ജോലി. എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. മക്കളെ ഭക്ഷണം നമുക്കാരും ഒരു നേരം നിങ്ങൾ കഴിച്ചോ എന്ന് വെച്ചിട്ട് ആരും വരില്ല. പറയാൻ 100 പേരുണ്ടാവും. പിന്നെ ഞാൻ പഠിച്ചൊരു പാഠം, സൊസൈറ്റീനെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് മുന്നോട്ടൊരു ജീവിതം ഒരിക്കലും കിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില വാക്കുകൾ, ചില സാഹചര്യങ്ങൾ, ദൈവം ഓരോ നിമിത്തങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഹസ്ബൻഡ് ഇതിങ്ങനെ പറഞ്ഞ് ഫ്ലാഷാക്കി നാട്ടുകാർ മൊത്തം എതിർത്തപ്പോൾ എൻ്റെ 2ാമത്തെ മോൾ എന്നോട് പറഞ്ഞൊരൊറ്റ വാക്കുണ്ട് ആ സമയത്ത്, ഉമ്മ ഏതായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറുക, ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും വരാനില്ല. ആ ഒരു വാക്ക് ചിലത് നമ്മൾ സ്ട്രൈക്ക് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തിനാ ഞാൻ പേടിക്കുന്നത്. നമ്മൾ ഉള്ളിലൊരു ഭയം എപ്പോഴും, ആ ഭയത്തെ നമ്മൾ എന്ന് ബ്രേക്ക് ചെയ്യുന്നോ അതാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുട്ടികൾക്ക് ഞാൻ അതിൽ എൻ്റെ ചില ഫ്രണ്ട്സുകളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാലറി കിട്ടാനൊക്കെ വൈകുമ്പോൾ അവരാണ് എൻ്റെ കുട്ടികൾക്ക് സാധനങ്ങൾ മേടിച്ച് അവിടെ എത്തിക്കുക. എൻ്റെ 4ാമത്തെ മോന് ഞാൻ നല്ലോണം തകർന്ന്, എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് ആരും ഇല്ലാണ്ട് ഞാൻ ഒറ്റപ്പെട്ടൊരു സമയത്ത് എൻ്റെ മോൻ എന്നോട് പറഞ്ഞത്, നിങ്ങൾ തിരിച്ചു വരണം, ജയിച്ചു വരുന്നൊരു കാലം ഉണ്ടാവും, അന്ന് ഉമ്മ ഈ നാട്ടിലേക്ക് വരണം. അന്ന് ഉമ്മയുടെ കൂടെ അവര് അവിടെയാണ്, നാട്ടിലാണ്, 4 കുട്ടികൾ. അതെ. മുംതാസ് ഇങ്ങനെ ഓരോ വീടുകളിൽ പോയി ഹോം നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എത്ര നാള് പോയി? 1 വർഷം പോയി. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഉപ്പാക്ക് സുഖമില്ലാതായി, സ്ട്രോക്ക് വന്ന് കിടപ്പിലായി. അപ്പോൾ പിന്നെ എനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ ഉപ്പാനെ നോക്കാൻ നിന്നു. ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് വരെ എൻ്റെ കൈ കിടന്നിട്ട് എൻ്റെ ഉപ്പ മരിച്ചത് ഞാനും എൻ്റെ ഉമ്മയും മാത്രം വല്ലാണ്ട് ഇതായിട്ട്. ഇന്നും ഉമ്മ അത് പറയും, ചിലപ്പോൾ ആ ഒരു
കുരുത്തമാവാം. മരിച്ചു കഴിഞ്ഞിട്ട് ഉപ്പ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഞങ്ങളെല്ലാവർക്കും കൊടുത്തു. അതിൽ വീൽ ചെയർ എല്ലായിടത്തേക്കും പോയി. പക്ഷേ എന്തുകൊണ്ടോ ആ വീൽ ചെയർ ലാസ്റ്റ് എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പം അത് ഉണ്ട്. ഞാൻ എപ്പോഴും പറയും എൻ്റെ ഉപ്പ അവിടെ ഉണ്ട് എന്ന് ഞാൻ പറയും. ഉമ്മാന്റെ അതാണ് പ്രാർത്ഥന എൻ്റെ ഒരു അനുഗ്രഹം അസറ്റ്. ഉണ്ട് കൂടെ. തീർച്ചയായും എന്നുവെച്ചാൽ അപ്പൊ പോയോടുകൂടി പിന്നെ എന്ത് ചെയ്തു? ഉപ്പ പോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞങ്ങളുടെ ഇതിൽ ഇരിക്കുമല്ലോ, ഉമ്മ ഇരിക്കുമ്പം പിന്നെ എനിക്ക് ഉമ്മാനെ വിട്ടു പോകാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ പോയി വരുന്ന ജോലി നോക്കുക എന്നായി. അപ്പോൾ ഞാൻ ലാമിയ സിൽക്സിൽ ബില്ലിംഗ് അക്കൗണ്ടൻ്റ് ആയിട്ട്, അത് എൻ്റെ ഉമ്മയുടെ കസിന് ഞാൻ മെസ്സേജ് ഇട്ടു. ആള് ദുബായിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനാണ്. ആൾക്ക് ഞാൻ മെസ്സേജ് ഇട്ടു. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടേക്കാണത്. ഇന്നും ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോയിട്ടാണ് കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ആള് അപ്പം തന്നെ ഫോൺ ചെയ്തു. ലാമിയ സിൽക്സിൻ്റെ ഓണറെ വിളിച്ച് എന്നെ ബില്ലിംഗ് സെക്ഷനിലേക്ക് കയറ്റി. അന്നൊരു 8,000 രൂപ സാലറിക്ക് ഞാൻ കയറി. 15,000 8,000 ആയി. പിന്നെ എൻ്റെ ഉമ്മ ഒറ്റക്കല്ല, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ യാത്രാ ചെലവും ഇതൊക്കെ ആയിട്ട് എനിക്ക് അങ്ങോട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. 1 വർഷം എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. ഉമ്മ ഒന്ന് സെറ്റാവുന്നത് വരെ ഞാൻ പിടിച്ചു നിന്നു. ഉമ്മ ഓക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും ഗാർഡിയൻ ഏഞ്ചലിൽ ഞാൻ തന്നെ ഹോം നേഴ്സായിട്ട് ഞാൻ വീണ്ടും കയറി. 18,000 സാലറിയിൽ. ചില രാത്രികളിൽ ഞാൻ ഒറ്റക്ക് കിടന്നൊക്കെ ഞാൻ കരയും. എനിക്ക് പണ്ട് മുതൽക്കേ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ അള്ളാനെയാണ് ചീത്ത പറയുക. സന്തോഷമായാലും വേറെ ആരും ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ആ ഒരു ഇതിൽ നിന്ന് എന്നെ നീ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് രാത്രികളിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. ഒരാളും ഇല്ലാതെ ഒറ്റക്ക് ഫൈറ്റ് ചെയ്യുന്ന ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് നമ്മളെ ഈ മോശം പറയുമ്പോൾ, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നമ്മളെ പറയുമ്പം അത് വല്ലാത്തൊരു. ആ ജോലി പോയി വൈകി തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ചില ദിവസങ്ങൾ. അതെ. ഇല്ല, നമ്മൾ 1 മാസമാണെങ്കിൽ 3 മാസമാണെങ്കിൽ കണ്ടിന്യൂസ് ആ വീട്ടിൽ തന്നെയാണ്. നമുക്ക് പിന്നെ പോരാൻ പറ്റില്ല. ഒരു 2 ദിവസമൊക്കെ ലീവ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുട്ടികളെ പോയി കണ്ടിട്ട് ഞാൻ പോരും. എൻ്റെ മോള് ചെറുത്, അതിന് 6 വയസ്സായിരുന്നു ഇതൊക്കെ നടക്കുന്ന സമയത്ത്. അവളാണ് ഏറ്റവും കൂടുതൽ ഒന്നും കിട്ടാതെ വളർന്നൊരു മോൾ അവളാണ്. ബാക്കി ആരും കുഴപ്പമുണ്ടായില്ല. ഈ ലേറ്റായിട്ട് വരുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ പിന്നെ ആളിങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയോടുകൂടെ ഞാനും മെൻ്റലി വെറുക്കാൻ തുടങ്ങി. എനിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവും പകലും കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ആള് ഒരു അപ്പോൾ എൻ്റെ ഉപ്പ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഉമ്മൊക്കെ ശരിക്കും നിന്നെ ചതിക്കുകയാണ്, നീ ശരിക്കും ഒന്ന് ഓർത്തെടുത്ത് നോക്കും ഓരോ കാര്യങ്ങൾ. ഞാനല്ലേ ഇതൊക്കെ ചെയ്യണത്, അവനെന്താണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് വെച്ചാൽ വീടുണ്ടാക്കി എല്ലാം ഉപ്പ തന്നെയല്ലേ. അപ്പോഴും ഞാൻ ഇവരായിട്ട് ഫൈറ്റ് ചെയ്യുക. പക്ഷെ ഇത് വന്ന് ഒരു ദിവസം രാത്രി വല്ലാണ്ട് ഇതായപ്പോൾ ആളെന്നെ തല്ലിയപ്പോൾ ഞാൻ അനിയത്തിനെ വിളിച്ച് ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എന്താണ്. അന്നാണ് അവളോട് ഞാൻ എൻ്റെ 25 വർഷത്തെ എൻ്റെ വേദന ഞാൻ പറയണത്. ഞാൻ എൻ്റെ 2 മക്കളുള്ളപ്പോൾ, 3 മക്കളുള്ളപ്പോൾ 4ാമത്തെ മകനെ ഞാൻ പ്രഗ്നൻ്റ് ആണ്, 7 മാസം. അന്ന് ഇതുപോലെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നായാലും എനിക്ക് ഒരുപാട് ഫേസ് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത്ര ധൈര്യവും തൻ്റെ ഇടമൊന്നുമില്ല. അന്ന് ഒരുപാടായപ്പം സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ വേഗം കട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അതിൽ നിന്ന് വീണ്ടും ഞാൻ തിരിച്ചു വന്നു. അപ്പം തിരിച്ചു വരാൻ മീൻസ് എൻ്റെ ഇത് പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് എൻ്റെ മക്കളെൻ്റെ ചുറ്റിനും വന്നിരുന്നു. എൻ്റെ ഓർമ്മ പോകുമ്പോൾ ഞാൻ കാണുന്നത് ആ ഒരു ഇതാണ്, എൻ്റെ മക്കളെൻ്റെ ചുറ്റിനിരുന്ന് കരയണത്. അപ്പം ഞാൻ പെട്ടെന്ന് എന്തോ ഒരു ഇത് എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഞാൻ പഠിച്ചോനെ എനിക്ക് എൻ്റെ ജീവിതം നീ തിരിച്ചു തരും. എനിക്ക് എൻ്റെ മക്കൾ ചുറ്റിനും വേറെ സംസാരങ്ങളാണ് ഞാൻ കേൾക്കണത്. എൻ്റെ ബോധം പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അന്ന് ഞാൻ തീരുമാനം എടുത്ത് എൻ്റെ മക്കൾ ഇനി ഒരു സ്റ്റേജിലേക്ക് എത്താതെ ഞാൻ ഇനി അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്നുള്ളത് അന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് വന്നപ്പോൾ ഞാൻ അനിയത്തിയോടെല്ലാം പറഞ്ഞു. അപ്പം തന്നെ അവൾ എൻ്റെ ഉപ്പാക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു രാത്രി എൻ്റെ വാപ്പ വന്ന് എന്നെ അവിടെ നിന്ന് ഇറക്കി. ഉള്ള സമയത്താണ്. അവിടുന്ന് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഉപ്പ സുഖമില്ലാതെ കിടപ്പിലാവുന്നത്. പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് ഞാൻ പുറത്തോട്ട് പോവാം, ഈ സാലറി ഒന്നും ആവുന്നില്ല, ചിലവുകൾ കൂടുകയാണല്ലോ, അപ്പോൾ സാലറി ഒന്നും ആവുന്നില്ല എന്നുള്ളതിൽ ഞാൻ പുറത്തോട്ടേക്ക് നോക്കി. അങ്ങനെയാണ് ഞാൻ കുവൈറ്റിലേക്ക് നോക്കി. അവിടെ നിന്ന് വിസ ഒക്കെ വന്ന് ഞാൻ എൻ്റെ
ഫ്രണ്ട്സിന് മെസ്സേജൊക്കെ ഇട്ട് എല്ലാവരും റിപ്ലൈ തന്നു, ഇവളുടെ മാത്രം വരില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇട്ടപ്പോഴാണ് അവളെ മകൻ എന്നോട് പറഞ്ഞത് അമ്മയുടെ നമ്പർ ഇതാണ്, വിളിച്ചോ എന്ന് പറഞ്ഞ് അവൾക്ക് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ അവൾ ക്യാൻസർ 3rd സ്റ്റേജിൽ സർജറി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് അവൾ ഒരാഴ്ചയായിട്ടുള്ള വീട്ടിൽ വന്നിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ എൻ്റെ മക്കളെയും കൂട്ടി കാണാൻ പോയി. അങ്ങനെ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു അവളിങ്ങനെ ഒരു ഹോം നഴ്സിങ്ങിൻ്റെ സ്ഥാപനം അവളൊരു ആപ്പാണ് ഡിസൈൻ ചെയ്യാൻ നിന്നിരുന്നത്. ആപ്പിലൂടെ ഹോം കെയർ സർവീസ് എന്നുള്ളൊരിത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു അതിനേക്കാൾ ബെറ്റർ നീ ഇങ്ങനെ കൊടുക്കുന്നതാണ്. ബിക്കോസ് ഹോം കെയർ എന്ന് പറയുന്ന ഡോർ സ്റ്റെപ്പല്ല, ഇൻസൈഡ് ദി ഹൗസാണ്. അപ്പോൾ അതെന്തോരം വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അവളപ്പോൾ എന്നോട് പറഞ്ഞു നീ 3 മാസം എൻ്റെ കൂടെ ഒന്ന് നിൽക്കോ, ഇത് ക്ലിക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം, അല്ലെങ്കിൽ നീ കുവൈറ്റിലേക്ക് പോക്കോ, ഒരു ഹെൽപ്പ് അവൾക്കും ഒന്ന് ഇതാവണം. അപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു. നല്ലൊരു രീതിയിലേക്ക് വന്നു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ എഫേർട്ടിന് നമുക്കൊന്നും കിട്ടുന്നില്ല. ശരിക്കും നമ്മളെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് മനസ്സിലായതോടുകൂടെ ഞാൻ പതുക്കെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ ഹോം കെയർ സ്റ്റാഫുകളായിട്ട് അവിടെ അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ സ്റ്റാഫുകളായിട്ട് ഞാൻ ഓരോ ഹോം കെയറിലും സ്റ്റാഫുകളാക്കുമ്പോൾ നമുക്കും ഒരു അഷ്യൂരിറ്റി വേണം നമ്മുടെ സ്റ്റാഫ് അവിടെ സേഫ് ആണെന്നുള്ളത്. അത് ഞങ്ങൾക്ക് വളരെ നിർബന്ധമാണ്, അത് അവർ സേഫ് ആവുക എന്നുള്ളത്. അപ്പോൾ അവരെ കൂടെ ഞാൻ പോവുക ആ സമയത്ത് എവിടെയാണെങ്കിലും ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ അവരെ കൂടെ ഞാൻ അവരെ കമ്പനി ചെയ്യും. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് എത്തുമ്പോൾ നേരം വൈകും. അപ്പോൾ ഇതുപോലെ ഫാമിലി പറഞ്ഞു, എൻ്റെ ഉമ്മാട് ചെന്ന് പറയും അവൾ ലേറ്റായിട്ട് വരണേ, അവൾക്ക് എന്താ പണി, അവൾ എന്താ ചെയ്യണേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പം ഉമ്മാക്കും സങ്കടം വന്ന്. അപ്പോൾ ബ്രദറും ഉമ്മയും കൂടെ പറഞ്ഞു ഇതൊന്നും ഇവിടെ പറ്റില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും ആ സമയത്ത് എൻ്റെ ഉമ്മയാണ് ആ സ്ട്രോങ് ആയിട്ട് കൂടെ നിന്ന കാരണം ഞാൻ മുന്നോട്ട് പോയത്. പക്ഷെ ആ ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. ഞാൻ നേരെ എറണാകുളത്തേക്ക് പോയി. ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തിനാ ജീവിക്കണം. അപ്പം അന്ന് എൻ്റെ മോള് ചെറിയ ആൾ. അപ്പം എന്നോട് പറഞ്ഞു ഉമ്മ എന്നെ ഒറ്റക്ക് ഇട്ടിട്ട് പോവരുത് കേട്ടാ, പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണം കേട്ടോ, ഉമ്മ അല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി. നല്ല മഴ. ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട്, ആ മഴയത്ത് ഞാൻ നിന്ന് കരയുക. പക്ഷെ എൻ്റെ കരച്ചിൽ ആ മഴയത്ത് ആരും അറിയില്ല. എവിടെയോ ഒരു ഇത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ നിന്ന് കരയാം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മതി, ജീവിച്ചത് മതി, ഇനി ഇവിടെ അവസാനിപ്പിക്കുക. ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് എന്തിനു വേണ്ടി ഒരു സ്ത്രീ ചെയ്യുന്നതെന്നുള്ള ആരും ആലോചിക്കണില്ല. ഇതൊക്കെ ചെയ്തിട്ടും ഇതല്ലേ ഒരു പെണ്ണിനെ പറയണമെന്നുള്ളതാണ്. അപ്പം ഞാൻ ഇനി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അങ്ങനെ ഞാൻ റെയിൽവേ ട്രാക്കിൽ ഞാൻ നടക്കുക, ഇവിടെ അവസാനിപ്പിക്കുക. എറണാകുളം എല്ലാം അവസാനിപ്പിച്ച് ഇനി വേണ്ട, ഇനി എനിക്ക് ജീവിതം വേണ്ട എന്നുള്ളതിൽ. ആ സമയത്താണ് താങ്കളുടെ ജീവിതം മാറ്റുന്നൊരു കോള് വരുന്നത്. അതെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറേ ഭയങ്കര, എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഇസ്ലാമിയത്തിലോ അല്ലെങ്കിൽ ആൾക്കാരെ മുന്നിൽ ഭയങ്കര ദൈവവിശ്വാസം ആയിട്ട് നടന്നിട്ടോ ആക്കിയിട്ടോ അതിലൊന്നും അർത്ഥമല്ല എന്ന് മനസ്സിലാക്കി. വസ്ത്രധാരണത്തിലോ അല്ലെങ്കിൽ ഒരാളുടെ ഇതിലോ കാണിക്കുന്നതല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ദൈവം നമുക്ക്. ചിലപ്പോൾ എൻ്റെ ആ ഒരു എൻ്റെ വാപ്പാനെ നോക്കിയ നന്മ ആയിരിക്കാം പടച്ചോൻ്റെ രൂപത്തിൽ അൻഫാസിൻ്റെ ആ ഒരു കോൾ എൻ്റെ അടുത്തേക്ക് വന്നത്. അൻഫാസിനെ എങ്ങനെ പരിചയം? അത് ഞാൻ മുന്നേ ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മീറ്റിങ്സുകൾ വരാറുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവരെ വരുമ്പോൾ അതിലും അൻഫാസിനെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവരോട് ബിസിനസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മീറ്റിങ്സിലും ഇതിലൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ള. റെയിൽവേ ട്രാക്കിൽ കൂടി നടക്കുകയാണ്, ട്രെയിൻ ജീവിതം അവസാനിപ്പിക്കാനായിട്ട്. ആ സമയത്താണ് അൻഫാസിൻ്റെ കോൾ വരുന്നത്. അൻഫാസ്, എന്തിനാണ് ആ സമയത്ത് താങ്കൾ? ഞാൻ നാട്ടിലെത്തി ഒരു 1 വീക്ക് കഴിഞ്ഞൊരു സമയമാണത്. അപ്പോൾ കാഷ്വലായിട്ട് ഒന്ന് വിളിച്ചത്, ഒരു 7 മണിയാണെന്ന് തോന്നുന്നു എനിക്ക് സമയം. കാഷ്വലായിട്ട് എന്താണ് വിശേഷങ്ങൾ അറിയാൻ ചുമ്മാ വിളിച്ചതാണ് ഞാൻ. അപ്പോൾ എനിക്ക്
ഒരു സൗണ്ടിൽ എന്തോ ഒരു ഇത് പതർച്ച, അധികം സംസാരിക്കുന്ന, നോർമലി ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. 1-2 പ്രാവശ്യം ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട്ഫുള്ളായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഐ വിൽ കം ദർ, ഞാനിപ്പോൾ വരാം, നിങ്ങളൊരു 1/2 hour അല്ലെങ്കിൽ 45 minutes വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ കാറെടുത്ത് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴായാലും ഈ ഒരു പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന ഫേസ് മാറി ആകെ ഒരു ഭയങ്കര ഒരു ഡാർക്കായിട്ടുള്ളൊരു സിനാരിയോ അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് എന്നാൽ ഒരു ചായ കുടിക്കാൻ പോവാം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നാൽ വണ്ടിയിൽ കയറി. മോളും ഉണ്ട് കൂടെ ബാക്കിൽ. അപ്പോൾ 2 പേരും കൂടി കയറി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ വണ്ടിയിൽ ഈ മൂകത തന്നെയാണ്, ഇതിൻ്റെ അകത്തൊരു വർത്താനോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിളിച്ചു നോർമലി ഇങ്ങനെ ഒരു വ്യക്തിയല്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സിനാരിയോ ആണ്, എൻ്റെ ജോബ് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മെൻ്റലി ആയാലും അവിടെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്, എനിക്ക് ഇമോഷണലി അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ജോബ്, അപ്പോൾ എനിക്ക് ഓൾറെഡി ഹിസ്റ്ററി അറിയാം, ഇവർ ഓൾറെഡി ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആളാണ്, കുറേ സ്ട്രഗിൾ ചെയ്ത ആളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ഒബ്സർവേഷനിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എൻ്റെ മൈൻഡിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സഡൻലി പറഞ്ഞു, ഞാൻ ചിന്തിച്ചു ഇത് എൻ്റെ വരുംവരായികളോ ഫ്യൂച്ചറോ പാസ്റ്റോ ഇതൊന്നും ഞാൻ ചിന്തിച്ചു. എന്നാൽ ഓക്കെ, നിങ്ങൾക്ക് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, ഞാൻ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ, അതായത് ബേസിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്ഥാപനം നമുക്ക് തുടങ്ങാം. അപ്പോൾ എനിക്ക് അൻഫാസ് ആകെ 2 തവണ കണ്ട വ്യക്തിയാണത്. യെസ്, 2 അടുത്ത സുഹൃത്തല്ല, ഒന്നുമല്ല. വളരെ ആകസ്മികമായിട്ട് പഠിച്ച തമ്പുരാൻ തോന്നിച്ച വെറുതെ ഒരു കോളാണത്. അതെ അതെ, അത് അവർ പതറി നിൽക്കുന്ന നിമിഷമായിരുന്നു. കാറിൽ കയറ്റുന്നു, ചായ കുടിക്കുന്നു, താങ്കൾ പറയുകയാണ് താങ്കൾ ഒരു ബിസിനസ് തുടങ്ങിയാൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. അതെ, അത് പറഞ്ഞപ്പോൾ ഞാൻ ആകെ എന്താ പറയുക, ഞാൻ പാനിക്ക. ഞാൻ നോക്കി മുഖത്ത്, എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യണേ. എന്നെ ആകെ 2 പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു ഇതുള്ളൂ. എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ഒരു 10 രൂപ ഇറക്കാൻ ഏതൊരു മനുഷ്യനും മടി കാണിക്കുന്ന സമയത്ത് ഒരാളുടെ ഒന്നും അറിയാതെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആക്കുമ്പോൾ നമ്മളെന്തായാലും നോക്കി പോവില്ല. അപ്പം എന്നോട് പറഞ്ഞു അധികം സമയമൊന്നും വേണ്ട ഒരാളെ മനസ്സിലാക്കാൻ. എന്നിട്ട് ഞാൻ അവനിൽ കണ്ടൊരു പ്ലസ് പോയിന്റ്, എൻ്റെ ഈ സംഭവം അവൻ നേരെ അവൻ്റെ ഉമ്മാനായിട്ട് പോയി ചർച്ച ചെയ്ത് അതിൽ നിന്ന് സമ്മതം വാങ്ങിച്ച് അവൻ്റെ ഉമ്മയാണ് എൻ്റെ കൈ പിടിച്ചത്. അവൻ്റെ ഉമ്മയാണ് എന്നെ വീട്ടിലിട്ട് കയറ്റിയതും എല്ലാതും. വാപ്പയും ഉമ്മയും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഉമ്മ കൂടെ നിന്നു. ഉമ്മ പറഞ്ഞു നീ അവരെ സഹായിക്കണം എന്നുള്ളൊരിത് ഉമ്മയാണ് ഇതായത്. അപ്പോൾ പിന്നീട് നടന്ന ചരിത്രമാണ്. താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ബിസിനസ്, എന്ത് ബിസിനസ് എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഈ പറയുന്ന പോലെ സ്പാർക്ക് സ്റ്റോറീസ് ഞാൻ ഒരുപാട് കാണാറുണ്ട്. ഇത് കണ്ട് എനിക്കൊരു പ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയായി. അപ്പൊ എനിക്ക് ഈ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്തും ആയിക്കോട്ടെ. പക്ഷെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല ബിസിനസ്. എൻ്റെ വീട്ടുകാർക്കായാലും ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഫാമിലിയിൽ കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ബിസിനസ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ നാട്ടിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ചെറിയ രീതിയിൽ നിന്ന് വളർന്നു വന്ന് വലിയൊരു ഇതിലേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെ ഒരുപാട് എന്നെ ഇൻസ്പിറേഷൻ ചെയ്യാണ് വർക്ക് ചെയ്യാം. അപ്പം എനിക്കിത് അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇതെൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ട്രസ്റ്റബിൾ ആണ്, വേറെ ഒന്നുമല്ല നോക്കുന്നത്, ബാക്ക്ഗ്രൗണ്ടോ ഇതൊന്നുമല്ല, ട്രസ്റ്റബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും അവിടെ ചെയ്തെടുക്കാം. അതാണ് എൻ്റെ ഒരു ഐഡിയോളജി വരുന്നത്. താങ്കളുടെ സമ്പാദ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും. അതെ, അങ്ങനെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു 2 minutes ഡിസിഷൻ ആണത്. 2 മിനിറ്റോടെ തീരുമാനം. അതെ അതെ, അവിടെ നിന്നൊരു സ്ഥാപനം പിറക്കുകയാണ്. അതെ. എന്താണ് ആ സ്ഥാപനത്തിന്റെ പേര്? സോളക്സ്. ആരാണ് ഈ പേരിട്ടത്? പേര് ഞാൻ തന്നെയാണ്. എന്താണ് ഈ സോളക്സ്? സോളക്സ് എന്ന് പറഞ്ഞാൽ സോൾ ആത്മാവാണ്, ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചമാണ്. അപ്പോൾ ആത്മാവിലേക്കുള്ള ഒരു വെളിച്ചം അതാണ്. അതായത് നമ്മളുടെ അവിടെ വരാൻ ഉദ്ദേശിക്കുന്നവരായാലും പ്രായമായവരാണ്, അവരുടെ ഒരു അവസാന കാലഘട്ടമായിരിക്കാം, അല്ലെങ്കിൽ വർക്കൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു അവസാന എൻഡ് ഓഫ് ആ ഒരു ടൈമാണ്, റിട്ടയർമെൻറ്റ് കാലഘട്ടം. അപ്പോൾ അവരുടെ ആത്മാവിലേക്കൊരു വെളിച്ചം വീശുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അതുപോലെ തന്നെ ഉദ്ദേശശുദ്ധി നല്ലതാണ്. സോളക്സ് എന്ത് സേവനമാണ് സോളക്സ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്? സോളക്സ് എന്നുള്ളൊരു ഇത് ഏറ്റെടുക്കുമ്പോൾ ഒന്ന് ഹോം കെയർ, ഈ പറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ നല്ലൊരു സർവീസ് കൊടുക്കുക എന്നുള്ളതായിട്ടാണ് പ്രായമായവരായിരിക്കും, അവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, അതങ്ങനെ ഒരു സാധനം നമ്മൾ ആൾക്കാരെ കൊടുക്കുക. ഒരെണ്ണം. രണ്ടാമത് പിന്നെ ഞാൻ ആലോചിച്ചത്, എന്നെ പോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ലേഡീസ് ഉണ്ട്. എല്ലാവർക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എങ്ങനെ ഒരു 10 രൂപ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം? അപ്പോൾ ആ ലാസ്റ്റ് സ്റ്റേജിൽ ഈ ഒരു എന്താ പറയുക, വിദ്യാഭ്യാസവും ഇല്ല, കയ്യിലൊരു സ്കില്ലും ഇല്ല, ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വഴി, അതാണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവർക്കും ഈ സിറ്റുവേഷൻസ് വരാം.
അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് എന്നുള്ളൊരു ഇതിലേക്ക് ട്രെയിനിങ്, അതായത് അത്തരം ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്ത് ഈ തൊഴിലിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവരിക. നല്ല ഉദ്ദേശശുദ്ധിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ 2 കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സോളക്സ് നിങ്ങൾ തുടങ്ങുന്നത്. അതെ. എവിടെയാണ് അൻഫാസിന്റെ തുടക്കം? അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു പഴയ വീടുണ്ട്, ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്നത്. അപ്പോൾ ആ വീടെന്ന് പറഞ്ഞാൽ അത് വെറും സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാണ്. നമ്മൾ വിചാരിച്ചു ഓക്കെ നമ്മൾ ബേസ് ലെവലിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം, എൻ്റെ വീട്ടിലായിക്കോട്ടെ. അപ്പോൾ എന്ന് പറയുമ്പോൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ ആയാലും എൻ്റെ വീടിൻ്റെ ആ ഒരു ഗാർഡിങ് അവിടെ ഉണ്ട്, വരുന്ന ലേഡീസിനായാലും ആ ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ട്, നമ്മൾ പുറത്ത് പോയി ചെയ്യുന്നതിനേക്കാളും ഭേദം. എൻ്റെ വീട് തന്നെ നമ്മളൊരു 3 സ്റ്റാഫിനെ, ഓഫീസ് സ്റ്റാഫിനെ, മുംതാസ് കൂടാതെ 2 പേരെയും കൂടി ഹയർ ചെയ്ത്, കൂടെ നിന്ന 2 പേരാണ്, അവരെയും കൂടി നമ്മൾ വിളിച്ച് നമ്മൾ തന്നെ അവിടെ ഭക്ഷണം കൊടുക്കുക. ആ ഒരു രീതിയിൽ ഒരു 4 മാസം നമ്മളവിടെ ഇതിൻ്റെ പ്രീ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും നമ്മൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യം തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചു. ഹോം കെയർ തുടങ്ങുന്നതിനേക്കാളും ഇതായിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റും, കുട്ടികളെ പഠിപ്പിക്കും. നമ്മളൊരു 4 മാസം ആഡൊക്കെ റൺ, നമുക്ക് ഈ മേഖല അറിയില്ല, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും എന്താണെന്ന് നമുക്ക് അന്ന് അറിയില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് ആഡ്, ഇതൊക്കെ ഇതിൻ്റെ ബാക്ക് എന്താ, ഇതെന്ത് ഫ്രണ്ട് എന്താ, ഇതൊന്നും നമുക്ക് അന്ന് അബ്സല്യൂട്ട്ലി നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ജോലി അറിയാം, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം, ബിസിനസ് എങ്ങനെ റൺ ചെയ്യണം, ഇതൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ നമുക്ക് ആ ഒരു ഉള്ളിലൊരു വില്ലുണ്ട്, നമുക്കത് ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു 4 മാസം ആഡൊക്കെ റൺ ചെയ്ത് നമ്മുടെ ഒരു ഫസ്റ്റ് ബാച്ച് എനിക്ക് തോന്നുന്നത് 2022 ജനുവരിയിലേക്ക് എവിടെ നിന്നോ ഒരു 10 കുട്ടികൾ ഒരു 4 മാസം നമ്മൾ ആഡ് റൺ ചെയ്തിട്ട് വന്നു. അപ്പം അങ്ങനെ അവരെ ആദ്യമായിട്ട് നമ്മളൊരു 20 ഡേയ്സ് കുട്ടികൾ അവിടെ വന്ന് ജോയിൻ ചെയ്യാണ്. അപ്പം ഇതിൻ്റെ ഒരു കരിക്കുലം, ഒരു കോഴ്സ്, ഇതൊക്കെ ഡിസൈൻ ചെയ്യണ്ടേ? അത് ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ ഓൾറെഡി ഇത് പഠിച്ച കാരണം. പിന്നെ അതുമല്ല അത് എടുത്തു. ഞങ്ങൾ ആദ്യം എടുത്തത് BSSന്റെ അഫിലിയേഷനാണ് എടുത്തത്. അന്ന് ആ സമയത്ത് ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് എടുത്തു. പിന്നെ സമയത്തിൽ ഇങ്ങനെ ഓരോ ചേഞ്ചസ് വരുമല്ലോ, നിയമങ്ങൾ നാടിൻ്റെത് മാറുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽസിൽ കൊടുക്കുന്നുണ്ട്, റീഹാബ് സെൻറ്റേഴ്സിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഹോം കെയറിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ പാലിയേറ്റീവ് സെൻറ്റേഴ്സിൽ, ഓൾ കേരള നമ്മൾ നല്ല നല്ല റെപ്യൂട്ടഡ് കമ്പനീസിൽ തന്നെയാണ് നമ്മളെല്ലാവർക്കും അങ്ങനെ. ആ ഒരു വീട്ടിൽ 10 സ്റ്റുഡൻസുമായിട്ടാണ് നിങ്ങളുടെ തുടക്കം. അതെ. അത് പിന്നീട് അത് വളർന്നോ? പിന്നീട് അത് വളർന്നു. അത് കഴിഞ്ഞ് ആഫ്റ്റർ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മളൊരു കുറച്ചും കൂടെ ഹൈവേയുടെ അടുത്തുള്ളൊരു വീട്ടിലോട്ട് മാറി, കുറച്ചും കൂടെ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാം, നമുക്ക് അഡ്മിഷൻ വന്നു തുടങ്ങി, ഇത്തിരി അഡ്മിഷൻ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. ഒരു 3 മാസം കൂടി കഴിഞ്ഞപ്പോൾ നമ്മളൊരു പ്രോപ്പർ ഒരു ഓഫീസായിട്ട് തൃശ്ശൂരിൽ കൊരട്ടി എന്ന് പറയും, അവിടെ ഒരു പ്രോപ്പറായ ഒരു വലിയൊരു 1500 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു 3 ക്ലാസ് റൂമും ഓഫീസൊക്കെ ആയിട്ട് ഒരു ഹൈവേ ഫേസിങ് ഒരു പ്രോപ്പർട്ടി നമ്മളൊക്കെ അവിടെ കോഴ്സ് റൺ ചെയ്യാണ്. അവിടെ കോഴ്സ് ഓൺലൈൻ അല്ല ഓഫ്ലൈൻ കോഴ്സാണ്? ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും രണ്ടും ഉണ്ട്. സോ മുംതാസെ, താങ്കൾ ആ ട്രെയിനിൻ്റെ മുന്നിൽ സ്വന്തം കുഞ്ഞുമായി നിന്ന ഒരാളാണ് ഇന്നിപ്പോൾ ഈ സ്പാർക്കിൻ്റെ വേദിയിലിരിക്കുന്നത്. ഇന്ന് ഈ സോളക്സ് എവിടെ എത്തി നിൽക്കുന്നു? എത്ര പേർക്ക് നമ്മൾ ഈ കോഴ്സ് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്? എത്ര പേരെ? അറൗണ്ട് ഇപ്പോൾ ഈ ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ 5000 സ്റ്റുഡൻസിനെ നമ്മൾ പഠിച്ചു. 5000 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഈ 5000 പേർക്ക് ഒരു തൊഴിലാണ് നമ്മൾ കൊടുത്തത്. അതെ, അതിൽ 90% കുട്ടികളും വർക്ക് ചെയ്യുന്ന പുറത്താണ്, വിദേശത്താണ്. എവിടെയൊക്കെ? കാനഡ, UK, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇസ്രായേൽ, GCC. അവരല്ല, അവരുടെ കുടുംബമായിട്ട് തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെ, അവിടെയൊക്കെ പോയി സെറ്റിൽ ആയി എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്, ഇവിടെയും ജോലി ചെയ്യുന്നവരുണ്ട്, ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, കേരളത്തിൽ എല്ലായിടത്തും. അപ്പോൾ ഈ കോഴ്സ് ഇപ്പോഴും ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര എംപ്ലോയീസ് ഉണ്ട്? നമുക്കിപ്പം അറൗണ്ട് ഒരു 50 ഹോം കെയർ സ്റ്റാഫ്സും അറൗണ്ട് ഒരു 15 മറ്റ് എംപ്ലോയീസ്, ഓഫീസ് ഓൺലൈൻ ട്യൂട്ടേഴ്സും ഒക്കെ ആയിട്ടുണ്ട്. നമ്മളെ മൂലം ഒരു 65 പേരുടെ കുടുംബം നന്നായി പോകുന്നുണ്ട്. അതെ അല്ലേ? അതും വലിയൊരു അനുഗ്രഹം. അല്ല, ഞങ്ങൾ അവിടെ വരുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അൻഫാസ് എന്നോട് ചോദിച്ചു എന്ത് പേരാ ഇടണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അൻഫാസിനോട് ഇത്രേ പറഞ്ഞുള്ളൂ, ജീവിതത്തിൽ അവസാന ഘട്ടത്തിൽ ഇനി എന്ത് ചെയ്യും ദൈവമേ എന്ന് ചിന്തിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തൊരു വെളിച്ചമായിട്ട് വേണം നമ്മുടെ സ്ഥാപനം അവരുടെ അടുത്തേക്ക് എത്താൻ. അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അൻഫാസ് ആ ഒരു ഇപ്പോഴും എല്ലാവരും ചോദിക്കും, ഞങ്ങളുടെ പേരൊരു വെറൈറ്റിയാണ്, ഇത് എവിടെ ഇല്ലാത്തൊരു പേരാണ്, എന്താ? അതെ, പറയാൻ പോലും ബുദ്ധിമുട്ട ആൾക്കാർക്ക്. അപ്പോൾ അതന്നെയാണ് ഞങ്ങൾ അവിടെ വരുന്ന ഓരോ സ്ത്രീകളും എന്താ പറയുക, വളരെ ഡൗൺ ആയിട്ട് ലൈഫിലൊരു ഇതില്ലാതെ വരുന്ന മോസ്റ്റ്ലി ആണ്. ഇനി എന്ത് ചെയ്യും പേടിച്ചിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ക്ലാസ്സിനേക്കാൾ ഉപരി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക എൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. ഞാൻ അന്ന് അങ്ങനെ ആ ഒരു തീരുമാനം എടുത്തിട്ട് ഞാൻ സൂസൈഡ് ചെയ്യുകയായിരുന്നെങ്കിൽ
ഇന്ന് ഞാനില്ല. പക്ഷെ ദൈവം എന്തോ നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് സൊസൈറ്റി അല്ലെങ്കിൽ ഫാമിലി എന്നതിനേക്കാൾ എന്നെക്കൊണ്ട് ആർക്കൊക്കെയോ ഉപകാരം പടച്ചോൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ സ്റ്റാഫുകളായാലും അൻഫാസായാലും പറയും, എന്തൊക്കെയോ ഉണ്ട്, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു ഇതിൽ വന്നത്. അപ്പോൾ ഇറങ്ങുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മളവിടുന്ന് പോവുക. ഇപ്പോൾ ഇന്നലെ നമ്മുടെ 5 സ്റ്റുഡൻസ് നമ്മളെ അടുത്തേക്ക് വന്നു, മസ്കറ്റിലേക്ക് വിസ കിട്ടി, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ വന്ന വഴി മറക്കില്ല. അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇത് കുറേ ക്യാഷ് എന്നതിനേക്കാളുപരി നമ്മൾ ആ കുട്ടികളായിട്ട് എല്ലാവരായിട്ടും, ഇപ്പോൾ ഈ പുറത്ത് പോയ കുട്ടികളായാലും ഞങ്ങൾക്ക് ഇന്ന് മെസ്സേജ് ഇടും, ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു ഇതിലെത്തില്ലേ. ഇപ്പം അവരെ മക്കളൊക്കെ ഇപ്പം അയർലാൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ നഴ്സിങ്ങിന് പഠിക്കുക. ഇവരിവിടെ കെയർ ഗിവറായിട്ട് ജോലി ചെയ്താലും അവരെ മക്കൾ ഇതുകൊണ്ടാണല്ലോ, ആ ഒരു സാലറി കൊണ്ടാണല്ലോ. അപ്പോൾ നമുക്കതൊക്കെ കേൾക്കുമ്പോൾ അതിനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നും വരാനില്ല. എന്നിട്ട് അവരെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വലിയ വിദ്യാഭ്യാസം വേണ്ട, 10th or +2 പാസ്സായാൽ മതി, അത്ര മതി. അതും IELTS OET ഒന്നും വേണ്ട. ഏറ്റവും ഈസി ആക്സസ് ആണ് ഒരു കാരിയറായിട്ട് ഏത് രാജ്യങ്ങളിലേക്കും. അതായത് ഒരു വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ. ഇത് വളരെ യാദൃശികമായിട്ട് ഇതൊരു ആക്സിഡന്റൽ ഓൺട്രപ്രണർഷിപ്പ് ആണ്. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു വ്യക്തി ജീവൻ വേണ്ട എന്ന് വെച്ച നിമിഷം പടച്ച തമ്പുരാൻ കയ്യിലോട്ട് വെച്ചു കൊടുത്ത സോളക്സ് ആണ്, സോള് തിരിച്ചു കൊടുത്ത സംരംഭമാണ്. അതിന് അൻഫാസ് ഒരു നിമിത്തമായി എന്നുള്ളതാണ്. അതാണ് വെളിച്ചം എന്ന് പറയുന്നത്. ഒരു സോളിന് വെളിച്ചം കൊടുത്ത ആളാണ് വിളിക്കുന്നത്. അൻഫാസ്, ഇത് ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഭാവി സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കുറേ സർട്ടിഫിക്കേഷൻസ് ചെയ്യുന്നുണ്ട്. UK ചെയ്യുന്നുണ്ട്, US ചെയ്യുന്നുണ്ട്, കാനഡ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ തന്നെ കേരള ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമുക്ക് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്കില്ല് യൂണിവേഴ്സിറ്റിയുടെ UGC അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ കിട്ടി. അപ്പോൾ ഇതിൽ നമ്മൾ കോഴ്സുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഈ ഹെൽത്ത് റിലേറ്റഡ് ആണ് അറ്റ് പ്രസൻറ്റ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഒരു 3 ബ്രാഞ്ച് ഉണ്ട്. ചാലക്കുടിയിലുണ്ട്, മാവേലിക്കരയുണ്ട്, കൊല്ലമുണ്ട്. പിന്നെ 2 ബ്രാഞ്ചും കൂടെ വർക്ക് നടക്കുന്നുണ്ട്, എറണാകുളം, മൂവാറ്റുപുഴയും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാവി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ഇതിൽ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് വരുന്നത് ഈ ഏജിങ് പോപ്പുലേഷൻ. ഇപ്പോൾ ഈ ഏജിങ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അവരവരുടെ ജീവിതകാലം മൊത്തം ജോലി ചെയ്തിട്ടോ അവരുടെ സമ്പാദ്യങ്ങൾ മക്കൾക്ക് വേണ്ടി കല്യാണം കഴിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവരുടെ സമ്പാദ്യം എല്ലാം കഴിഞ്ഞ് ഒരു ലാസ്റ്റ് സ്റ്റേജിലെത്തുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാകുന്നത് എന്താ, ഇവർ പഠിച്ച് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാണ് വിദേശ രാജ്യങ്ങൾക്ക്. നമ്മുടെ ഇവിടെ ജോലി ചെയ്യാൻ ഇതിപ്പോൾ ഞാൻ താമസിക്കുന്ന എവിടെ നോക്കിയാലും ഒരാളും നാട്ടിലില്ല. യങ്സ്റ്റേഴ്സ് എല്ലാം മൈഗ്രേഷനാണ്. ആഫ്റ്റർ 12th എല്ലാവരും മൈഗ്രേഷനാണ്. അപ്പോൾ 2 കാറ്റഗറിയാണുള്ളത്. ഇപ്പോൾ ഈ മൈഗ്രേഷൻ എന്നുള്ള സംഭവം നമ്മൾ കുറയ്ക്കാം, പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. എന്നാലും ഒരു പരിധി വരെ ഇവർക്ക് ഇവിടെ നല്ലൊരു ജോലി, അത്യാവശ്യം നല്ലൊരു സാലറിയിൽ നല്ലൊരു പാക്കേജിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മൈഗ്രേഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ മാതാപിതാക്കളെ കുറേ പേര് ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്. കുറേ പേരിൽ പൈസയുണ്ട് പക്ഷേ അവരെ നോക്കാൻ ആളില്ല, ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനീസോ ആരുമില്ല ഏറ്റെടുക്കുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് ഹോം, അപ്പോൾ അവരുടേതായിട്ടുള്ള ഏജ് കാറ്റഗറിയിൽ അവർക്ക് മിങ്കിൾ ചെയ്യാം, അവർക്ക് ജീവിക്കാം. അപ്പോൾ അവരുടേതായിട്ടുള്ള ഐഡിയാസ് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതാണ് വലിയ സ്വപ്നങ്ങളാണ്. അതെ 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 തീർച്ചയായിട്ടും. ഞാൻ മുംതാസിലേക്ക് വരാം. മുംതാസ്, വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിതത്തിൽ പ്രതിസന്ധിയിൽ നിവൃത്തികേട് കൊണ്ട് 2 തവണ, ഒരു തവണ താങ്കളുടെ ആ വെയിൻ കട്ട് ചെയ്തുകൊണ്ടായിരുന്നു, 2ാം തവണ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ ട്രെയിനിൻ്റെ മുന്നിൽ. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ആ സ്ത്രീകളോടൊക്കെ എന്താ പറയാനുള്ളത്? ഒരിക്കലും ഞാനെടുത്ത ആ ഒരു തീരുമാനം, അതായത് ആ ഒരു തീരുമാനത്തിലേക്ക് ആരും പോവരുത്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതൊരിക്കലും ഒരു പരിഹാരമല്ല. എവിടുന്നെങ്കിലുമൊക്കെ എപ്പോഴും വെളിച്ചം വരണമെന്നൊന്നും ഇല്ല. നമ്മളൊരിക്കലും ആ തീരുമാനം എടുക്കരുത്. എങ്ങനെ ആയാലും നമ്മുടെ ലോകം എന്ന് പറയുന്നത് വിശാലമാണ്. എങ്ങനെ ആയാലും എന്താ പറയുക, ഒരു സ്വീപ്പർ ജോലി ആയാലും അതിൻ്റേതായിട്ടുള്ള മാന്യത ഉണ്ട്. എന്ത് ചെയ്തിട്ടായാലും ഒരു ജോലി ചെയ്ത് നമുക്കൊരു 10 രൂപ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത് എടുക്കുക. ഒരിക്കലും നമ്മ പോയി കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് ആരുമില്ല. ഒന്നും എന്താ പറയുക, നമ്മളോളം വരില്ല.
നമ്മളെ മക്കൾക്ക് വേറെ ആരും. അപ്പോൾ അത് വലിയൊരു ശാപമാണ് സത്യത്തിൽ. നമ്മൾ ആ എടുക്കുന്ന തീരുമാനം അവരെ ശാപം കൂടെ നമ്മളാ കൊണ്ടുപോകണത്. അപ്പോൾ വേണ്ട, അങ്ങനെ ആ ഒരു തീരുമാനം ഒരു ഇത് നല്ലതല്ല. തന്നെ നമ്മളുള്ളിൽ ഇപ്പം അബ്ദുൽ കലാം സാറ് പറഞ്ഞ, ഞാൻ ഒരുപാട് അന്നൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് അബ്ദുൽ കലാം സാറിൻ്റെ ഇതിൽ, ഇഫ് യു ഹാവ് എ ഫയർ ഇൻസൈഡ്, ഗോ വിത്ത് ദാറ്റ്. ആ ഫയർ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും, അത് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം അതാണ്. എൻ്റെ ഉള്ളിൽ ആ ഒരു ഫയർ ഒന്ന് എന്നെ ചെറുപ്പത്തിൽ കെട്ടിച്ചു, എനിക്ക് വിദ്യാഭ്യാസം തന്നില്ല. രണ്ടാമത്തത്, എന്നെ മക്കളെ നോക്കിയിട്ടാണ് ആൾ സാമ്പത്തികമായിട്ട് ആളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ, ഇനി ഒരാളെ മുന്നിൽ ഞാൻ കൈ നീട്ടണ്ട, മരിക്കോളം അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളൊരു തീരുമാനം ആ ഒരു ഫയറാണ്. ആ ഫയറാണ് മുംതാസിനെയും അതിൻ്റെ ഭാഗമായ അൻഫാസിനെയൊക്കെ ഈ സീറ്റിലേക്ക് കൊണ്ടുവന്നിരുത്തിയത്. അതും സ്പാർക്കിൽ ഞങ്ങളെ വലിയൊരു സ്വപ്നം, അതെ. ഞങ്ങളെ വലിയൊരു ആഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് അൻഫാസിന്റെ, ഷമീം സാറിന്റെ ആ ഒരു ഹോട്ട് സീറ്റിൽ ആകെ എന്നോട് ഇത് കാണുമ്പോ ഇത് എങ്ങനെയാണത് ഷമീം സാറിനെ ഏറ്റവും ഇതാകാൻ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ജീവിതത്തിൽ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഞാൻ ഷമീം സാറിനെ കണ്ടപ്പോഴും ഞാൻ അതാ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ഫൈസൽ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ട, അതിൽ സാറ് പറഞ്ഞു ആളുടെയും ഒരാഗ്രഹം. അപ്പം ഞാൻ അൻഫാസിനോട് പറഞ്ഞു, അപ്പോൾ നമ്മുടെ മാത്രം ആഗ്രഹമല്ല ഷമീം സാറിൻ്റെ സ്പാർക്കിൽ വരിക എന്നുള്ളത് ഞങ്ങൾ വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ സന്തോഷമുള്ളൂ. നിങ്ങൾ കേട്ടു മുംതാസ് എന്ന അതിജീവനത്തിൻ്റെ കഥ. പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ ത്യജിച്ചിട്ട് ഇവിടുന്ന് പോകണം എന്ന് തോന്നിപ്പോവും. നിമിഷം പോലും പതറരുത്, കാരണം നമുക്കതിനുള്ള അർഹതയില്ല. നമ്മളെ കാത്ത് നമ്മളോട് സ്നേഹമുള്ള, നമുക്ക് വേണ്ടപ്പെട്ടവർ പലരും നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മുംതാസ് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തിരുന്നെങ്കിൽ സത്യത്തിൽ ലോകം ഇന്ന് ആരും ഈ സ്ഥാപനത്തെയോ അദ്ദേഹത്തെയോ തിരിച്ചറിയില്ലായിരുന്നു. ചിലപ്പോൾ പടച്ച തമ്പുരാൻ ചിലപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരാളെ ആയിരിക്കും, ഒരു ദൈവദൂതനെ ആയിരിക്കും വിടുന്നത് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കാം അൻഫാസിൻ്റെ ആ വിളി വന്നത്. പക്ഷേ ആ വിളി അദ്ദേഹത്തെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സോളിന്, ആത്മാവിന് ഒരു വെളിച്ചമായി എന്നുള്ളത് തന്നെയാണ് അവരുടെ സ്ഥാപനത്തിൻ്റെ വിജയവും. ഇന്ന് അവർ തുടങ്ങി വെച്ച സംരംഭം വളർച്ചയുടെ പാതയിലാണ്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന 2 സുഹൃത്തുക്കളാണ്. ഈഗിളിൽ എൻ്റെ കോച്ചിങ്ങിന് വന്നിരിക്കുമ്പോൾ തൊട്ട് എനിക്കറിയാം. അവരുടെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നല്ല കഠിനാധ്വാനികളാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ്, നമുക്കൊക്കെ ഇന്ന് പ്രായമായ മാതാപിതാക്കളുണ്ട്. അവർക്ക് അവസാന ഘട്ടത്തിൽ സത്യത്തിൽ ആരുടെയും കുഴപ്പമല്ല, ചിലപ്പോൾ സ്വന്തം അന്നത്തിന് വേണ്ടി വിദേശത്ത് പോയി പണിയെടുക്കുന്നവർക്ക് മാതാപിതാക്കളെ നോക്കാൻ പറ്റുന്നില്ല, വിഷമമുണ്ടാകും. പക്ഷെ ആരെങ്കിലുമൊക്കെ അവരുടെ കൂടെ ഉണ്ട് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം സംരംഭങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. മറുവശത്ത് ഇത്തരം ആൾക്കാരെ പരിശീലിപ്പിക്കുക എന്നുള്ളത് അതും വലിയൊരു കാര്യം തന്നെ, വലിയൊരു കർമ്മം തന്നെയാണ്. ആ 2 മേഖലയും യോജിപ്പിച്ചുകൊണ്ടാണ് സോളെക്സ് എന്ന് പ്രവർത്തിക്കുന്നത്. അവർ വളർച്ചയുടെ പാതയിലാണ്. 5000-ഓളം പേർക്ക് തൊഴിൽ കണ്ടെത്താനായി 5000 പേരെ ശുശ്രൂഷിക്കാൻ നല്ല ആൾക്കാരെ ഇവിടുന്ന് കൊടുത്തു വിട്ടു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. മുംതാസ്, വളരെ സന്തോഷമുണ്ട്. അൻഫാസ്, ദൈവത്തപ്പനെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കാരണം നിങ്ങളൊരു വെളിച്ചമായിട്ടാണ് മുംതാസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അത് മാത്രമല്ല, ആ ജീവൻ തിരിച്ച് തന്നതിന് ഞാൻ നന്ദി പറയാം. കാരണം അല്ലെങ്കിൽ സോളെക്സ് ഇല്ല. ഇന്ന് അതൊരു വലിയ കർമ്മം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് മുംതാസ് എന്നെ എപ്പോൾ കാണുമ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുമ്പോഴും ഒക്കെ എന്നോട് പറയുന്നത് പ്രാർത്ഥന ഉണ്ടാവണം. നമ്മൾ തമ്മിൽ എത്ര തവണ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് പോലും എനിക്കറിയില്ല. അതുമാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും അവസാന വാക്ക് പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ മെസ്സേജിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുണ്ട്. എനിക്ക് 101% ഉറപ്പാണ്. എൻ്റെ മാത്രമല്ല, നിങ്ങൾ രക്ഷപ്പെടുത്തിയ എത്രയോ, ആ കൈപിടിച്ച് ഉയർത്തിയ എത്രയോ വിദ്യാർത്ഥികൾ, അവരുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംരംഭം വളർത്തണം. നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യമുള്ള വലിയ കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത്. ആദ്യത്തെ കർമ്മം അവസാന കാലത്ത് ശുശ്രൂഷയ്ക്ക് എന്നും പടച്ചോൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാകും. കാരണം നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾ നോക്കിയ പോലെ തന്നെ നിരവധി പേർക്ക് അവരുടെ ആ രോഗികളെ ശുശ്രൂഷിച്ച് അവരെ ഈ ലോകത്തുനിന്ന് സന്തോഷത്തോടുകൂടി പറഞ്ഞു വിടാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2, താങ്കൾ പറഞ്ഞ പോലെ ഇവിടെയുള്ള എല്ലാവരും നാട് വിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാവില്ല. അതിന് വിദ്യാഭ്യാസം ഇല്ലാത്തവർ, ഒരു സ്കില്ല് അറിയാത്തവർക്ക് പോലും മാന്യമായ ഒരു തൊഴിൽ, ഒരു വേതനം കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങളൊരു കൈപിടിച്ച് വഴികാട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സോളെക്സ് എന്നും ലോകത്തിന് മാതൃകയാണ്. നമ്മൾ
പറഞ്ഞിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യുന്ന എന്ത് സംരംഭം വിജയിക്കുമെന്ന് ഈഗിളിൽ. യെസ് യെസ്. എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ 1600ഓളം വരുന്ന ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.